മുണ്ടക്കൈ ഉരുൾപൊട്ടലുണ്ടായ മേഖലയിൽ ആദ്യമെത്തിയ ഉദ്യോഗസ്ഥനാണ് കോഴിക്കോട് ഫയർ സ്റ്റേഷനിലെ അനിൽ. രണ്ടാമത്തെ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ നാട്ടുകാർ ഓടി രക്ഷപ്പെടാൻ ആവശ്യപ്പെട്ടിട്ടും മരണത്തെ മുഖാമുഖം കണ്ടവരെ അനിലും സംഘവും തിരികെ ജീവിതത്തിലേക്ക് എത്തിച്ചു. അനിൽ 24-നോട് ആ അനുഭവം പങ്കുവച്ചു. അതിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. അവിടുത്തെ രക്ഷാദൗത്യങ്ങളിൽ നേരിട്ട് പങ്കെടുക്കുകയും ഏകോപിപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ് അനിൽ സാർ. അദ്ദേഹം എന്താണെന്ന് രാത്രിയിൽ സംഭവിച്ചത് എന്നതിന്റെ കുറെ കൂടി നേർചിത്രം നമ്മൾ കണ്ടതിനേക്കാൾ അറിഞ്ഞതിനേക്കാൾ ഒരുപക്ഷെ ആദ്യ സമയത്ത് തന്നെ ആദ്യ മിനിറ്റിൽ തന്നെ അവിടെ എത്താൻ കഴിഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിന് അക്കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട് നൽകാൻ കഴിയും. സാർ, എന്തായിരുന്നു അന്ന് രാത്രിയിൽ സംഭവിച്ചത്? സാറിന് വന്ന കോളിന്റെ സ്വഭാവം എന്തായിരുന്നു? അതായത് രാത്രി ഒരു 1:45 സമയത്താണ് കോൾ വരുന്നത്. വിളിക്കുന്ന ആളുടെ പേര് മണികണ്ഠൻ. അപ്പോൾ അദ്ദേഹം പറയുന്നത്, സാറേ മുണ്ടക്കൈയിൽ ഉരുൾ പൊട്ടിയിട്ടുണ്ട്, ഞങ്ങളുടനെ മരിക്കും. പിന്നെ ഒരു കരച്ചിലായിരുന്നു. അപ്പോൾ ഞങ്ങളുടനെ 2 വാഹനത്തിലായിട്ട് 12ഓളം ജീവനക്കാർ അവിടെ നിന്ന് പുറപ്പെട്ടു. ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ അവസ്ഥ ഇവിടെ എത്താൻ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം പൊരുന്നടിക്ക് ശക്തമായ മഴ, മണ്ണിടിച്ചിൽ, പിന്നെ 1-2 സ്ഥലത്ത് എന്താ പറയുക മരം വീണ് കിടക്കുന്നു. അതൊക്കെ മുറിച്ച് ഞങ്ങൾ ഒരു 2-2:30 ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ ഞാൻ വളരെ ഭീകരമായ അവസ്ഥ. കാരണം കൂരിട്ട് വെളിച്ചങ്ങളൊന്നുമില്ല. പിന്നെ ഓരോ ചവിട്ട് നല്ല ചെളിയല്ല, മുട്ടോളം ചെളിയാണ്. അപ്പോൾ ഞങ്ങൾ അതെല്ലാം താണ്ടി ഇങ്ങനെ കടന്നു വരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് വെളിച്ചതിന് വേണ്ടി ഞങ്ങളുടെ ടവർ ലൈറ്റ് കത്തിച്ചു. ഈ സ്കൂളിൻ്റെ ഭാഗത്തേക്ക് നടന്നു വന്നു ഞങ്ങൾ കുറച്ച് പേര്. അപ്പം ആ സ്കൂളിൻ്റെ വരാന്തയിൽ ഒരു സ്ത്രീ കിടപ്പുണ്ട്, അതിന് ജീവനുണ്ട്. അപ്പോൾ ആ സ്ത്രീയെ രക്ഷിച്ച് ഞങ്ങൾ പുറത്തുകൊണ്ടുപോയി. പിന്നീട് ഞങ്ങൾ വീണ്ടും സെർച്ചിങ് ആരംഭിക്കുക. അപ്പോൾ ആ സമയത്ത് രണ്ടാമത്തെ പൊട്ട് വരുന്നത്. അപ്പോൾ നാട്ടുകാർ പറഞ്ഞ് ഓടിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓടി മോളിൽ കയറുന്നതുകൊണ്ട് മാത്രമാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. അപ്പോൾ പിന്നീട് എന്താ പറയുക, ഞങ്ങൾക്ക് അങ്ങനെ നോക്കിയേക്കാൻ പറ്റിയല്ലോ, ഞങ്ങളുടെ സേന അങ്ങനെയാണ്. ഈ പറയുന്ന ഉരുൾപൊട്ടിൻ്റെ ആ ശബ്ദത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അത് അതിഗംഭീരമായ എന്താ പറയുക ഹുങ്കാര ശബ്ദം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ശബ്ദത്തിലാണ് ആൾക്കാർ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. അത് വളരെ അത്ഭുതമാണ്. ശരിക്കും അത്ഭുതമായിട്ട് അവർ ജീവൻ തിരിച്ചിട്ടുക. ചുറ്റും വെള്ളമാണ്, ആൾക്കാർ രക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. കാരണം അതിൻ്റെ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഓണർ, ആ വീടിൻ്റെ ഓണർ അദ്ദേഹം വിളിച്ച് പറയുന്നുണ്ട്, സാർ ആദ്യത്തെ ഉരുൾപൊട്ടുന്ന സമയത്ത് എൻ്റെ ഭാര്യ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഇല്ലാന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്തു, ഉടനെ തന്നെ നമ്മുടെ ലാഡർ വെച്ചിട്ടുണ്ട്. ലാഡർ എടുത്തിട്ട് അവിടെ ആ വെള്ളത്തിൻ്റെ മുകളിൽ ഞങ്ങൾ വെച്ചു. എന്നിട്ട് ജീവനക്കാർ 2 ഭാഗത്തോട്ട് നിന്ന് ആൾക്കാർ 12 പേരെ രക്ഷിച്ചുകൊണ്ട് വന്നത്. അതിലെല്ലാവരും ചെളിയിൽ പൂട്ടിരുന്നു, ചെളിയിൽ നിറഞ്ഞ് പൂട്ടിരുന്ന ആൾക്കാരെ രക്ഷിച്ചത്. പിന്നീട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് അപ്പോൾ പിന്നീട് ഞങ്ങൾ ഇപ്പുറത്തേക്ക് കടക്കാനുള്ള അന്നൊരു സംവിധാനമില്ല. അപ്പോൾ ആദ്യം NDRFുകാർ ഒരു സിപ്പ് ലൈൻ കെട്ടിയിരുന്നു. പക്ഷെ അതിലൂടെ കാര്യമായിട്ട് കാരണം സ്പീഡിൽ കാര്യം നടക്കുന്നില്ല. പിന്നെ ഒഴുക്കാണ്. പിന്നീട് ഞങ്ങൾ തന്നെ ഒരു അഡീഷണൽ സിപ്പ് ലൈൻ കെട്ടി. ഞങ്ങൾ ജീവനക്കാർ ഇവിടെ വന്നു. മുകളിൽ ചെല്ലുമ്പോൾ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു 4 ഇരട്ടി പേരാണ് മുണ്ടക്കൈയിൽ. അപ്പം എന്താ പറയുന്നത്, ഈ മൊട്ടായി കടലാസ് ഇങ്ങനെ നിരത്തിയിട്ടെന്ന് ഓരോ ബോഡിയിൽ കിടക്കുന്നത്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ അവിടെ അടിക്കടിക്ക് വെച്ച് പൊന്നു. പിന്നെ അതിവൈകാര്യമായിട്ടൊരു സംഭവം മുകളിൽ നടന്നിരുന്നു. ഒരു വീട്ടിൽ അച്ഛൻ അമ്മ മരിച്ചു കിടക്കുന്നു. അതിലെ ഒരു മകൻ ജീവനുണ്ട്. അപ്പോൾ കൊച്ചുകുട്ടിയാണ്. അപ്പോൾ അവൻ്റെ കാലിലൊരു കമ്പി കയറിയിട്ട് അവൻ അവിടെ കിടക്കുകയാണ്. അവൻ പറയുന്നുണ്ട്, സാറേ എന്നെ രക്ഷിച്ചു, പക്ഷേ എൻ്റെ കൂടുതൽ എൻ്റെ സഹോദരനുണ്ട്, അവൻ ഇത്രയും തന്നെ എന്നോട് സംസാരിച്ചിട്ടിരുന്ന. പക്ഷേ ആ ഇടിഞ്ഞു വീടായ കെട്ടിടത്തിൽ നിന്ന് അവനെ രക്ഷിച്ചു. പക്ഷേ രണ്ടാമത് നമ്മൾ ചെല്ലുമ്പോൾ മറ്റേ സഹോദരനെ കാണാനില്ല. പിന്നീട് നിൽക്കുന്നൊരു 7-8 മണിയാകുമ്പോഴത്തേക്കും സജീവമായി കാര്യങ്ങളൊക്കെ. പിന്നെ അന്ന് ഒരു പാലമില്ലായിരുന്നു. അപ്പോൾ നമ്മളൊരു താൽക്കാലികമായിട്ടുള്ള പാലം ആദ്യമായിട്ട് നിർമ്മിക്കുന്ന ഫയർഫോഴ്സായി താഴ്ഭാഗത്ത്. കാരണം നമ്മുടെ ലാഡർ വെച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. ഇവരെ ഇവാക്യുവേറ്റ് ചെയ്യാൻ എന്തെങ്കിലും തീരുമാനം അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നോ നേരത്തെ? എന്ന് വെച്ചാൽ ഈ ആദ്യത്തെ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് ഇവിടെ ആൾക്കാർ മാറാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇത്ര ആഴത്തിലാണ് തോട്, മുകളിലേക്ക് വെള്ളം കയറില്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു ഉരുൾപൊട്ട് അവരും പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ അവിടെ ചെടിയിൽ പൂണ്ടുപോയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാൾ ജീവനോടെ രക്ഷിച്ചു. അയാളുടെ കൈ ഇങ്ങനെ പുറത്ത് നമ്മൾ കാണുന്നുണ്ട്, ദൂരയിൽ നിന്ന് കാണാം. പക്ഷേ ആ പോകുന്ന വഴിക്കെല്ലാം പാർക്കെട്ടുകളും വളരെ ഒഴുക്കുമാണ്. അതായത് ആദ്യ ദിവസം തന്നെയാണ്. അപ്പോൾ നമ്മുടെ വലിയ ലാഡർ ഏകദേശം ഒരു എന്താ പറയുക 35 ഫീറ്റുള്ള ഒരു ലാഡർ, ഒരു 19 കിലോ വെയിറ്റ് ഉണ്ട്. അത് എടുത്താണ് നമ്മൾ പോകുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് ഒരു പാറയിൽ നിന്ന് അടുത്ത പാറയിലേക്ക് വെച്ച് നമ്മളിവിടെ പോവുകയാണ്. അപ്പോൾ ഈ സഹോദരൻ അവിടെ ഇങ്ങനെ എന്താ ഇത്രയും കരുത്തോളം താന്ന് കിടക്കുകയാണ്. അപ്പം നമ്മുടെ ഒരു സഹപ്രവർത്തകൻ നിബിൽദാസാണ് അദ്ദേഹത്തെ ആ ചെളിയിലിറങ്ങി വലിച്ച് പുറത്തേക്ക് രക്ഷിക്കുന്നത്. അനിൽ സാറിന് ഇങ്ങനെ കണ്ണ് നിറയാണ്, പല വാക്കുകളും മുഴുവിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പം നമ്മൾ പറയാറുണ്ട് ഈ സേനാംഗങ്ങളൊക്കെ വലിയ കരുത്തരായിരിക്കും. പക്ഷേ ഈ ഒരു കാഴ്ച കണ്ടാൽ എത്ര കരുത്തുള്ളവരും ഈ മാനസികമായി വലിയ കരുത്തുണ്ടെന്ന് വീമ്പടിക്കുന്ന ഒരാൾക്കും ഇത് എനിക്ക് തോന്നുന്നത് കണ്ണ് നിറയാതെ അല്ലെങ്കിൽ മനസ്സലിയാതെ കേൾക്കാൻ കഴിയില്ല. അപ്പോൾ എല്ലാം പഴയതുപോലെ ആവട്ടെ എന്ന് നമുക്കൊക്കെ ആഗ്രഹിക്കാം സാർ.